അവസാനം പ്രതിപക്ഷത്തിനും രാഹുൽ ഗാന്ധിക്കും മുന്നിൽ തല താഴ്ത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിലെ ഭരണപക്ഷം. അമിത്ഷായെ പാർലമെന്റിൽ സഭയിൽ കൊണ്ടുവന്ന് ഇരുത്തിത്തരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് BJP നേതൃത്വം. വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം, പ്രതിപക്ഷ ആവശ്യം ശക്തമായി തുടരുന്നത് ദിവസങ്ങളായി. അതിനു മുന്നിൽ വഴങ്ങി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിഷയത്തിൽ പാർലമെന്റിൽ സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയ്ക്ക് മുന്നിൽ അറിയിച്ചിരിക്കുന്നു. വിഷയത്തിൽ പാർലമെന്റിൽ സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സഭയിൽ വന്ന് അറിയിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ പൂർണ്ണവും വിശദവുമായ ചർച്ചയ്ക്ക് സർക്കാർ സജ്ജരായി വരുമ്പോൾ ആഭ്യന്തരമന്ത്രി വന്ന് സംസാരിക്കുമ്പോൾ ബഹളം വച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്ന് മന്ത്രി പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥി മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പെട്ടെന്ന് സർക്കാർ തയ്യാറായി വരികയാണ്. ചർച്ചകളും ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയും ഒക്കെ നടക്കുമ്പോൾ പ്രതിപക്ഷം അത് തടസ്സപ്പെടുത്തരുത് എന്നൊരു അപേക്ഷ നൽകുന്നത് തന്നെ അത് മന്ത്രിക്കെതിരെയുള്ള വലിയൊരു പ്രതിഷേധത്തിന് കാരണമാകുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രി ദിവസം 20ഓളമായിട്ടും സഭയിലെത്താൻ മടിച്ച് ഒളിച്ചിരുന്നത്. സർക്കാരിൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെയും മറുപടി അവർ കേൾക്കാൻ തയ്യാറാകണമെന്ന് BJP പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതും ഓർക്കണം. ചർച്ച ആരംഭിച്ചാൽ എല്ലാ വശങ്ങളും തുറന്ന വിശകലനത്തിന് വിധേയമാക്കാമെന്ന് BJP നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുകയാണ് പ്രതിപക്ഷത്തിന്. ജൂലൈ 20-ാം തീയതി ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന ക്രൂരമായ പോലീസ് അതിക്രമത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതിന് പിന്നാലെ ഒരു ദിവസം പോലും സഭയെ നേരിട്ട് കാണാൻ ആഭ്യന്തരമന്ത്രി എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നിരയെയും ഭയമാണ്. അതിന് പിന്നാലെ എത്രയോ പ്രതിഷേധങ്ങൾ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സഭയിലെത്താമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വന്ന് അറിയിക്കുന്നത്. ഇത് രാഹുൽ ഗാന്ധിയുടെ കൂടി വിജയമാണെന്നും അദ്ദേഹം വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് നേടിയ വിജയമാണെന്നും രാജ്യം ഒന്നടങ്കം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഭാവി മുൻനിർത്തി ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിൽ പെല്ലറ്റ് ഗണ്ണുകളും ആണിയടിച്ച ലാത്തികളും കണ്ണീർവാതക ഷെല്ലുകളുമാണ് പോലീസ് പ്രയോഗിച്ചത് എന്ന് രാഹുൽ ഗാന്ധി തുറന്നു കാട്ടിയത് നമ്മൾ കണ്ടു. വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനമേറ്റെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അസ്ഥികൾ വരെ തകർക്കപ്പെട്ടു എന്നുള്ളതും ഈ രാജ്യം വളരെ അത്ഭുതത്തോടുകൂടി ഭയാനകമായി നോക്കി നിന്നു. ഇതിനോടകം 20 ദിവസത്തോളമായിട്ടും ആഭ്യന്തരമന്ത്രി സഭയിൽ വന്ന് ഇതിന് മറുപടി നൽകിയിട്ടില്ല. ഇതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ രാജ്യം ഒന്നടങ്കം ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ തിരിയുന്ന സമയത്താണ് പാർലമെന്റിലേക്കും സഭയിലേക്കും എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് തൻ്റെ മുകളിൽ ഏറ്റവും വലിയൊരു നടപടി വരാനിരിക്കുന്നു എന്നും അമിത്ഷാ തിരിച്ചറിയുകയാണ്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള സംഭാവനകൾ തട്ടിയെടുത്തതുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം അതിശക്തമായി പ്രതിഷേധ നടപടികൾ ആരംഭിച്ചതോടെ ഇനിയും വന്നില്ല എങ്കിൽ പണി പാളുമെന്ന് അമിത്ഷാക്ക് തന്നെ ഉറപ്പായിരിക്കുന്നു. ഈ മൺസൂൺ സമ്മേളനത്തിൽ ലോക്സഭ പാസാക്കിയ 8 ബില്ലുകളും 6 ചർച്ചകളൊന്നുമില്ലാതെയാണ് പ്രതിഷേധങ്ങൾക്കിടയിൽ പാസാക്കി എടുക്കേണ്ടി വന്നത്. എങ്കിലും അമിത്ഷാ എത്താതെ അതൊരു പൂർത്തീകരിക്കാനാകാത്ത സഭയായി മാറുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് അമിത്ഷാ വരുമെന്നുള്ള വാക്കുകൾ പാർലമെന്ററി കാര്യമന്ത്രി വന്നു പറഞ്ഞതോടെ പ്രതിപക്ഷത്തിന് മുന്നിൽ തീർത്തും കീഴടങ്ങിയിരിക്കുകയാണ് അമിത്ഷാ മാത്രമല്ല BJP നേതൃത്വം തന്നെ.